നമസ്കാരം. ന്യൂസ് അറ്റ് 11:30 സ്വാഗതം. നടനും തിരക്കഥാകൃത്തും സംവിധായകനുമായ ശ്രീനിവാസൻ അന്തരിച്ചു. 69 വയസ്സായിരുന്നു. കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി ആരോഗ്യ പ്രശ്നങ്ങളെ തുടർന്ന് ചികിത്സയിലായിരുന്നു. തൃപ്പൂണിത്തുറ താലൂക്ക് ആശുപത്രിയിലായിരുന്നു അന്ത്യം. രാവിലെ ഡയാലിസിസിന് കൊണ്ടുപോകുമ്പോൾ ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ട ശ്രീനിവാസനെ തൃപ്പൂണിത്തുറ താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു. പക്ഷേ ജീവൻ രക്ഷിക്കാനായില്ല. 48 വർഷക്കാലം നീണ്ടുനിന്ന സിനിമാ ജീവിതത്തിൽ 200-ലേറെ സിനിമകളിൽ അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട്. 1977 PA ബക്കർ സംവിധാനം ചെയ്ത മണിമുഴക്കത്തിലൂടെയാണ് സിനിമയിലേക്ക് പ്രവേശിച്ചത്. പിന്നീട് 1984 ഓടരുതമ്മാവ ആളറിയാം എന്ന സിനിമയുടെ തിരക്കഥാകൃത്ത് എന്ന നിലയിൽ മലയാള സിനിമയിൽ ശ്രീനിവാസൻ വരവറിയിച്ചു. 1956 ഏപ്രിൽ 26 കണ്ണൂരിലെ പാട്യത്ത് ജനിച്ച ശ്രീനിവാസൻ കൂത്തുപറമ്പ് മിഡിൽ സ്കൂൾ, കതിരൂർ ഗവൺമെന്റ് ഹൈസ്കൂൾ എന്നിവിടങ്ങളിൽ പ്രാഥമിക വിദ്യാഭ്യാസം പൂർത്തിയാക്കി. മട്ടന്നൂർ പഴശ്ശിരാജ NSS കോളേജിൽ നിന്നും ഇക്കണോമിക്സിൽ ബിരുദം നേടി. സംസ്കാരം ഇന്ന് വൈകിട്ട് 5-ന് ഉദയംപേരൂരിൽ നടക്കും. കാണിപ്പയ്യൂരിൽ BJP CPM പ്രവർത്തകർ തമ്മിൽ ഏറ്റുമുട്ടി. 2 പേർക്ക് പരിക്കേറ്റു. CPM പ്രവർത്തകനായ കാണിപ്പയ്യൂർ വെള്ളത്തേരി വീട്ടിൽ 49 വയസ്സുള്ള കൃഷ്ണകുമാർ, BJP പ്രവർത്തകനായ കാണിപ്പയ്യൂർ കരുമത്തിൽ വീട്ടിൽ 45 വയസ്സുള്ള ബിനു എന്നിവർക്കാണ് പരിക്കേറ്റത്. വെള്ളിയാഴ്ച വൈകിട്ട് 6:30-യോടെയായിരുന്നു സംഭവം. നാട്ടിൽ കുടിവെള്ളം ലഭിക്കാത്തതുമായി ബന്ധപ്പെട്ട് വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ഉണ്ടായ ചർച്ചയാണ് സംഘർഷത്തിലേക്ക് വഴിവെച്ചതെന്ന് BJP പ്രവർത്തകർ ആരോപിച്ചു. എന്നാൽ BJP അനുഭാവിയായിരുന്ന കൃഷ്ണകുമാർ കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ CPM സ്ഥാനാർത്ഥിയെ ജയിപ്പിക്കുന്നതിനായി തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ സജീവമായി പങ്കെടുത്തുള്ള വൈരാഗ്യമാണ് ആക്രമണത്തിന് പിന്നിലെന്ന് CPM പ്രവർത്തകർ ആരോപിച്ചു. സോഡാ കുപ്പി കൊണ്ടുള്ള അടിയിൽ തലയ്ക്കുൾപ്പെടെ ഗുരുതരമായി പരിക്കേറ്റ കൃഷ്ണകുമാറിനെ ആദ്യം കുന്നംകുളം താലൂക്ക് ആശുപത്രിയിലും പിന്നീട് തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു. പരിക്കേറ്റ ബിനുവിനെ കുന്നംകുളം മലങ്കര ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സംഭവത്തിൽ കുന്നംകുളം പോലീസിൽ പരാതി നൽകി. പുന്നയൂരിൽ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ നടന്ന രഹസ്യ ഗ്രൂപ്പ് യോഗത്തിൽ ഉന്തും തള്ളും. എടക്കഴിയൂർ തഹാനി മീറ്റിംഗ് സെന്ററിൽ നടന്ന രഹസ്യ യോഗത്തിലേക്ക് മുൻ ബ്ലോക്ക് കോൺഗ്രസ് സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ ഒരു കൂട്ടം പ്രവർത്തകർ കടന്നു വന്നതാണ് ഗ്രൂപ്പ് നേതാക്കളെ പ്രകോപിപ്പിച്ചത്. തുടർന്ന് നേതാക്കളും പ്രവർത്തകരും തമ്മിൽ തർക്കമുണ്ടാവുകയും ഉന്തും തള്ളലിൽ കലാശിക്കുകയുമായിരുന്നു. പുന്നയൂർക്കുളം ചമ്മന്നൂർ അമൽ ഇംഗ്ലീഷ് സ്കൂൾ 32ാമത് വാർഷികാഘോഷം ഡിസംബർ 23-ന് വിവിധ പരിപാടികളോടെ ആഘോഷിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. വൈകിട്ട് 4-ന് ആരംഭിക്കുന്ന പരിപാടി സംസ്ഥാന ഫിലിം അവാർഡ് ജേതാവ് ഫാസിൽ അലി ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാന മികച്ച നടിക്കുള്ള പുരസ്കാരം ലഭിച്ച ഷംല ഹംസ വിശിഷ്ടാതിഥിയായി പങ്കെടുക്കും. പ്രിൻസിപ്പാൾ അബ്ദുൾ ഗഫൂർ നാലകത്ത് അധ്യക്ഷത വഹിക്കുന്ന ചടങ്ങിൽ സ്കൂൾ ചെയർമാൻ അലി പഷ്ണത്തയിൽ മുഖ്യപ്രഭാഷണം നടത്തും. IP അബ്ദുൾ റസാഖ്, അബ്ദുൾ റഹ്മാൻ കുന്നംകാട്ടിൽ, PTA പ്രസിഡന്റ് ഷഹീർ, വാർഡ് മെമ്പർമാരായ ഹസൻ തളികശ്ശേരി, ദേവകി ശ്രീധരൻ, അഡ്വക്കേറ്റ് മുഹമ്മദ് റയീസ് എന്നിവർ പങ്കെടുക്കും. 800ഓളം കുട്ടികളുടെ വ്യത്യസ്തങ്ങളായ കലാപരിപാടികൾ അരങ്ങേറും. വാർത്താ സമ്മേളനത്തിൽ ഭാരവാഹികളായ അലി പഷ്ണത്തയിൽ, A ബക്കർ, ഹുസൈൻ ചെറുവത്തൂർ, അബ്ദുൾ ഗഫൂർ നാലകത്ത് എന്നിവർ പങ്കെടുത്തു. ചാവക്കാട് നഗരസഭ 1, 28, 32, 33 വാർഡുകളിലെ UDF സ്ഥാനാർത്ഥികളുടെ വിജയാഘോഷം നടത്തി. മുൻ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് C ഗോപപ്രതാപൻ, TM ഷാജി, ബ്രജിത പ്രദീപ്, തനുജ ഷാഫി എന്നിവരുടെ വിജയാഘോഷം ജാനി വളവിൽ നിന്നും ആരംഭിച്ച് പുത്തൻ കടപ്പുറം സെന്ററിൽ സമാപിച്ചു. വർണ്ണക്കാവടി, വാദ്യമേളങ്ങൾ, ദഫ്മുട്ട്, കോൽക്കളി എന്നിവയുടെ അകമ്പടിയോടെ സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ നിരവധി പാർട്ടി പ്രവർത്തകർ അണിചേർന്നു. UDF ഭാരവാഹികളായ HM നൌഫൽ, ആലിപ്പരി പ്രദീപ്, അസ്മത് അലി, MS മുസ്തഫ, ആലുങ്ങൽ മൊയ്തീൻ ഷാ, ആലുങ്ങൽ ദേവൻ, ചിന്നക്കൽ മൂസിൻ, ചാലിൽ ബഷീർ, രാമി അലി തുടങ്ങിയവർ നേതൃത്വം നൽകി. ജീവിതമാണ് ലഹരി തെരുവു നാടകം ശ്രദ്ധേയമായി. അൻസാർ ട്രെയിനിംഗ് കോളേജ് നാഷണൽ സർവീസ് സ്കീം തിപ്പിലിശ്ശേരിയിലെ കസ്തൂർബ കമ്മ്യൂണിറ്റി ഹാളിൽ സംഘടിപ്പിച്ച സപ്തദിന സഹവാസ ക്യാമ്പിന്റെ ഭാഗമായി ജീവിതമാണ് ലഹരി എന്ന പേരിൽ തെരുവു നാടകം സംഘടിപ്പിച്ചു. NSS വോളണ്ടിയേഴ്സാണ് നാടകത്തിന്റെ രചനയും സംവിധാനവും അഭിനേതാക്കളും. ക്രിസ്മസിനെ വരവേൽക്കാൻ പഴഞ്ഞി മാർ ബസേലിയോസ് സ്കൂൾ വിദ്യാർത്ഥികൾ സ്നേഹത്തിന്റെയും കരുതലിന്റെയും സന്ദേശവുമായി സ്നേഹക്കൂട് ഒരുക്കി അഭയഭവനിലെത്തി. ക്രിസ്മസ് സമ്മാനപൊതികളുമായി എത്തിയ സാന്താക്ലോസിനെയും വിദ്യാർത്ഥികളെയും അധ്യാപകരും അഭയഭവൻ ഡയറക്ടറും അന്തേവാസികളും ചേർന്ന് സ്വീകരിച്ചു. കേക്ക് മുറിച്ചും കരോൾ ഗാനങ്ങൾ ആലപിച്ചും വിവിധ കലാപരിപാടികൾ അവതരിപ്പിച്ചും വിദ്യാർത്ഥികളും അന്തേവാസികളും ആഘോഷങ്ങളിൽ പങ്കുചേർന്നു.
വിദ്യാർത്ഥികൾ ശേഖരിച്ച നിത്യോപയോഗ സാധനങ്ങളും കൈമാറി. സ്കൂൾ മാനേജർ ഫാദർ ജോൺ ഐസക് ക്രിസ്മസ് ആഘോഷം ഉദ്ഘാടനം ചെയ്തു. അഭയഭവൻ ഡയറക്ടർ ഫാദർ ഷിജു കാട്ടിൽ, സ്കൂൾ പ്രധാന അധ്യാപകൻ ജിബ്ലസ് ജോർജ് എന്നിവർ ക്രിസ്മസ് ആശംസകൾ നേർന്നു. അധ്യാപകരായ ഫെമി വർഗീസ്, നിസ വർഗീസ്, സിസി കെ ടി, പോൾ ഡേവിഡ് എന്നിവർ നേതൃത്വം നൽകി. ക്രിസ്മസിനെ വരവേൽക്കാൻ പഴഞ്ഞി ഇമ്മാനുവൽ മാർത്തോമ പള്ളിയിൽ വർണ്ണാഭമായ ഒരുക്കങ്ങൾ പൂർത്തിയായി. ഏകദേശം 50 അടിയോളം ഉയരമുള്ള ഭീമൻ ക്രിസ്മസ് നക്ഷത്രം, പ്രകാശമൂല്യമായ ലൈറ്റുകൾ, മനോഹരമായ ക്രിസ്മസ് ട്രീ എന്നിവ വിശ്വാസികൾക്ക് ദൃശ്യാനുഭവമാണ്. ഈ വർഷം ക്രിസ്തീയ മൂല്യങ്ങളെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ക്രിസ്മസ് ആഘോഷങ്ങൾ തുടക്കം കുറിക്കുന്നതിനായി പ്രത്യേക ക്രിസ്മസ് കരോൾ സർവീസും സംഘടിപ്പിച്ചിട്ടുണ്ട്. ഇടവക വികാരി ഫാദർ അനു ഉമ്മൻ നേതൃത്വത്തിൽ നടക്കുന്ന പരിപാടികളിൽ ഇടവകാംഗങ്ങളും പ്രദേശവാസികളും പങ്കാളികളാകുമെന്ന് ഇടവക ട്രസ്റ്റി ജസ്റ്റിൻ പോൾ ചെറുവത്തൂർ, ഇടവക സെക്രട്ടറി വർഗീസ് തമ്പി എന്നിവർ അറിയിച്ചു. വെള്ളാറ്റഞ്ഞൂർ സൗഹൃദ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ക്രിസ്മസ് ആഘോഷം നടത്തി. വെള്ളാറ്റഞ്ഞൂർ ചെറുപുഷ്പാലയത്തിലാണ് ആഘോഷം നടത്തിയത്. RHTC വെള്ളാറ്റഞ്ഞൂരിന്റെ കീഴിലാണ് കൂട്ടായ്മ പ്രവർത്തിക്കുന്നത്. ആതുര സേവന മേഖലയിൽ പ്രവർത്തിച്ചിരുന്ന ചെറുപുഷ്പാലയം കോൺവെന്റിൽ 2 വർഷം മുമ്പാണ് RHTC തുടങ്ങിയത്. വേലൂർ ഗ്രാമപഞ്ചായത്തിലെ പഴയ വാർഡ് 2, 13 തുടങ്ങിയവയിൽ നടത്തിയ സർവേയിൽ മുതിർന്ന പൗരന്മാരുടെ എണ്ണം കൂടുതലായി കണ്ടതിനെ തുടർന്നാണ് 60 വയസ്സിന് മുകളിലുള്ളവരുടെ സൗഹൃദ കൂട്ടായ്മ രൂപീകരിച്ചത്. പ്രദേശത്തെ 42 മുതിർന്നവരാണ് കൂട്ടായ്മയിലുള്ളത്. ഹെൽത്ത് സെന്റർ ഇൻചാർജ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ CM ശ്രുതി, സൗഹൃദ കൂട്ടായ്മ പ്രസിഡന്റ് ശങ്കരൻകുട്ടി, MF ജേക്കബ് തുടങ്ങിയവർ പങ്കെടുത്തു. തൊഴിലുറപ്പ് പദ്ധതി അട്ടിമറിക്കാനുള്ള കേന്ദ്ര സർക്കാർ നീക്കത്തിൽ പ്രതിഷേധിച്ച് CPIM കാട്ടകമ്പ ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പാർട്ടി ഓഫീസിൽ നിന്നും ചിറക്കൽ സെന്ററിലേക്ക് പന്തം കൊളുത്തി പ്രകടനം നടത്തി. തുടർന്ന് നടന്ന പ്രതിഷേധ യോഗത്തിന് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി VK ബാബുരാജ് സ്വാഗതവും CK സദാനന്ദൻ മാസ്റ്റർ അധ്യക്ഷതയും വഹിച്ചു. കുന്നംകുളം ഏരിയ കമ്മിറ്റി അംഗം TC ചെറിയാൻ അഭിവാദ്യം ചെയ്ത് സംസാരിച്ചു. LC അംഗം സന്തോഷ് കൊളത്തേരി നന്ദി പറഞ്ഞു. ഇതോടെ ന്യൂസ് 11:30 സമാപിക്കുന്നു. നമസ്കാരം.